ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഫേസ് സ്ക്രീനിൽ മുന്നിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹന്തി കോൺസ് എങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഞാൻ വർക്കിന് പോകുന്ന മെഹന്തിയുടെ വോക്കിന് പോകുന്ന ടൈമിലായാലും മിക്കവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടാലും എനിക്ക് ഓരോരുത്തർ മെസ്സേജ് ചെയ്യുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോൺ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പക്ഷേ 3 പാർട്ടായിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഒരു കോൺ ഉണ്ടാക്കാൻ വേണ്ടത്. സെക്കൻഡ് പാർട്ട് എങ്ങനെ കോൺ റോൾ ചെയ്യാം. തേർഡ് പാർട്ട് എങ്ങനെയാണ് ഒരു കോൺ ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് ആയിരിക്കും കോൺ ഉണ്ടാക്കുന്ന വീഡിയോ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ട് വീഡിയോയിലേക്ക് പോവാം. ഞാൻ നീട്ടുന്നില്ല, പക്ഷേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് മെറ്റീരിയലിലോട്ട് പോവാം. ഹെന്ന പൗഡർ. അപ്പം ഇത് 100 ml, ഇത് 200 ml. നമ്മുടെ ഷോപ്സിലൊക്കെ ഹെന്ന പൗഡേഴ്സ് അവൈലബിൾ ആണ്, പല ബ്രാൻഡ്. പക്ഷേ ഹെന്ന പൗഡർ മേടിക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യം, മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ബ്രാൻഡ് ഹെന്ന പൗഡർ നോക്കി പർച്ചേസ് ചെയ്യാൻ നോക്കുക. അപ്പം പല ബ്രാൻഡ്, പല മാനുഫാക്ചറിങ് ഡേറ്റിൽ നമുക്ക് പൗഡേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് സോജത്ത് രാജസ്ഥാൻ ട്രിപ്പിൾ ഫിൽറ്റർ ഹെന്ന പൗഡർ ആണ്. ട്രിപ്പിൾ ഫിൽറ്റർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, 3 വട്ടം ഫിൽറ്റർ ചെയ്ത് വന്നത്രേ ഉള്ളൂ. അപ്പം സോജത്ത് രാജസ്ഥാൻ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നമ്പർ 2, ബോൾ. പ്ലാസ്റ്റിക് ബൗൾസും അല്ലെങ്കിൽ ഗ്ലാസ് ബൗൾസും തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ പ്ലാസ്റ്റിക് ബൗൾസ് യൂസ് ചെയ്യാനുള്ള റീസൺ എന്തായാലും അറിയാമായിരിക്കുമല്ലോ, പേസ്റ്റ് കുഴയ്ക്കുന്ന സമയത്ത് കളേഴ്സ് ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് 100 ml ഹെന്ന പേസ്റ്റ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുഞ്ഞ് സ്മോൾ ബൗൾ മതി. ഇപ്പം കുറച്ച് 200-300 ml ഒക്കെ ആണെങ്കിൽ വലിയ ബൗൾ യൂസ് ചെയ്യാം. തേർഡ് മെറ്റീരിയൽ ഷുഗർ. ഓക്കെ, പഞ്ചസാര ഹെന്ന പൗഡറിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡാർക്ക് സ്റ്റെയിൻ വരാനും പിന്നെ നമ്മൾ ഇട്ട ഹെന്ന ഹെന്ന റിമൂവ് പെട്ടെന്ന് ഇളകി പോകാതിരിക്കാതെ സ്റ്റിക്ക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇടുന്ന സമയത്ത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ പഞ്ചസാര ആഡ് ചെയ്യാം. ഓക്കെ, 4ാമത്തെ ഇൻഗ്രീഡിയന്റ് യൂക്കാലിപ്റ്റസ് ഓയിൽ. നമ്മുടെ ഹെന്ന നോർമലി ഉള്ള ഹെന്ന പേസ്റ്റിനെ കാട്ടി നല്ല ഡാർക്ക് സ്റ്റെയിൻ വരാൻ വേണ്ടിയിട്ടാണ് യൂക്കാലിപ്റ്റസ് ഓയിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനും ഒരു കറക്റ്റ് ml ഉണ്ട് പേസ്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ യൂക്കാലിപ്റ്റസ് ഓയിൽ ഒരുപാട് ബ്രാൻഡ് ഓയിൽ അവൈലബിൾ ആണ്, ട്രീ ഓയിൽ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന യൂക്കാലിപ്റ്റസ് ഓയിലാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. 100 ml 350 രൂപയാന്ന് തോന്നുന്നു, കൂടിയോന്ന് അറിയാൻ വയ്യ, നോക്കിയാൽ മതി. യൂക്കാലിപ്റ്റസ് ഓയിൽ. സോ നമ്പർ 5, സ്പാച്ചുല. ഇപ്പൊ സ്പാച്ചുല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കാം, മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ സ്പാച്ചുല തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. 6 ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് വെയിറ്റിംഗ് ബാലൻസ്. ബാറ്ററി സെറ്റപ്പ് ആണ്. ഓക്കെ, അപ്പം ഇത് ഓൺ ചെയ്യുന്ന ഇവിടേക്ക് ഇത് ഓണ്, ഇത് മോഡൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതില്ലാണ്ട് ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കാനൊക്കെ പറ്റും, പക്ഷെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല. ഇപ്പം ഷുഗർ കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ഷുഗറിനൊക്കെ ഒരു അളവുണ്ട്, യൂക്കാലിപ്റ്റസ് ഓയിലിന് അളവുണ്ട്. അപ്പൊ അതെല്ലാം ഇവൻ പരിഹരിച്ചു തരും. എന്തായാലും തേയില. അപ്പൊ തേയില ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തേയില ഇട്ടാൽ മതി. ഞാൻ തേയില യൂസ് ചെയ്യുന്നുണ്ട്, ചിലർ യൂസ് ചെയ്യാത്തവരുണ്ട്. തേയില വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്പർ 8, സെലിബ്രേഷൻ ഷീറ്റ്. എന്താ ഇത്? ഗിഫ്റ്റ് പേപ്പർ ആണ്, ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ട്രാൻസ്പെയറന്റ് അങ്ങനെ എല്ലായിടത്തും കിട്ടാറില്ല, ഓൺലൈനിൽ നോക്കിയാൽ മതി, അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ഹെന്ന ചുമ്മാ പേസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിന് ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നത് ഈ സെലിബ്രേഷൻ ഷീറ്റിലാണ്. ഇത് കട്ട് ചെയ്തിട്ടുള്ളേ. സിസർ, കട്ടിംഗ് ബ്ലേഡ്. കട്ടിംഗ് ബ്ലേഡ് നമുക്ക് ഷീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം സിസറിന് അത്യാവശ്യം എവിടെയെങ്കിലും ഉപയോഗം വരും. അപ്പൊ സിസറും കൂടെ ഇരിക്കട്ടെ. എന്താ ഇത്? വിപ്പിംഗ് ബാഗ്. പ്ലാസ്റ്റിക് ആണ്, വിപ്പിംഗ് ബാഗ് ആണിത്. ഇതിനകത്താണ് നമ്മൾ ഹെന്ന ഫില്ല് ചെയ്ത് കോണിലേക്ക് നിറയ്ക്കുന്നത്. പിന്നെ ഇത് സോക്സ് ആണ്. സോക്സ് ചിലർ യൂസ് ചെയ്യാറില്ല, ഞാൻ സോക്സിനും അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം ട്രിപ്പിൾ ഫിൽറ്റഡ് ഹെന്ന പൗഡറിൽ അധികം അങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒന്നും കാണത്തില്ല. ഈ സോക്സിനകത്ത്
ഹെന്ന പേസ്റ്റ് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും പൊടിയോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇരിക്കും. 11 എന്തായാലും നമ്മള് കോമൺ ആയിട്ട് കാണുന്നതാണല്ലേ കട്ടിംഗ് ബ്ലേഡ്, കട്ടറാണ്. അപ്പം ഇത് ഒരു മെയിൻ സംഭവം തന്നെയാണ്. കാരണം പേസ്റ്റ് ചെയ്ത ഹെന്ന നമുക്ക് ഒരു കയ്യിലേ കാണത്തുള്ളൂ, ഒരു കയ്യിലെ ഹെന്ന ആണ്. പെട്ടെന്ന് നമുക്ക് ഇത് എന്താ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കത്രികയും സെല്ലോ ടേപ്പും ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇവൻ ഒരു മെയിൻ സംഭവം തന്നെയാണ്. ഓക്കെ, നമ്പർ 12 മെഷറിംഗ് കപ്പ്. അപ്പൊ ഈ ഒരു മെഷറിംഗ് കപ്പിന്റെ യൂസ് വരുന്നത് യൂക്കാലിപ്റ്റിക്സ് ഓയിൽ നമ്മൾ ഒഴിക്കത്തില്ലേ, അപ്പൊ അതിൽ മാത്രമേ മെഷറിംഗ് കപ്പിന്റെ റോള് വരുന്നുള്ളൂ. 30 ml 30 ml ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ ഇതിന്റെ യൂസ് അങ്ങനെ വരത്തില്ല. ലാസ്റ്റ് വൺ, ഇത് എന്താണെന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ഇത് പിന്നാണ്, പല സൈസ് മൈക്രോണിലുള്ള പിന്നാണ്. അപ്പം പിന്നിനും മെഹന്തിയില് നല്ലൊരു ഇമ്പോർട്ടൻസ് തന്നെയാണ്. അതായത് 0.3 mm പിന്നാണ്. കാണാൻ പറ്റുന്നില്ലേ? ഇത് 0.4 ആണേ. ഇത് നമ്മുടെ സാധാ പ്ലാസ്റ്റിക് നമ്മൾ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നത് ഇതാ. വാങ്ങുന്ന ഹെന്ന കോണിന് ഈ സൈസ്. അപ്പൊ എന്ന് വെച്ചാൽ ഹോള് വലിയ ഹോളായിരിക്കും. യെസ്, അപ്പം ഇത്രയും മെറ്റീരിയൽസ് ആണ് ഹെന്ന കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ ബെല്ലൈക്കൺ ഇല്ല, അതിന്റെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ സെക്കൻഡ് വീഡിയോയിലേക്ക് നമുക്ക് പോവാം, എങ്ങനെയാണ് റോൾ ചെയ്യുന്നത്. ഓക്കെ, ബൈ.